കില്ലാടികളെ നമ്മുടെ ജാൻമണിയും പിന്നെ കുറച്ച് ടീമും ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജാസിത്താത്തയും വന്നു, പിന്നെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ജാൻമണി ഓൾറെഡി നമുക്ക് എന്താ വെച്ചാൽ ഫുൾ വൈറലാണ് ഉള്ളത്. പുള്ളിക്കാരത്തെ എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും വൈറലാണ്, മനസ്സിലായില്ല. എന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും എന്താ വെച്ചാൽ പുള്ളിക്കാരൻ്റെ ആ ഒരു സൗണ്ടും വോയിസും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണല്ലോ. എന്ന് വെച്ചാൽ ട്രോളന്മാരായിട്ട് എടുക്കുന്നുണ്ട്, പിന്നെ കുറേ പേര് സന്തോഷിക്കാൻ വേണ്ടി കാണുന്നത്. ഞാനൊക്കെ ഉള്ള എന്താ വെച്ചാൽ ജാൻമണിയുടെ പാട്ടുകൾ, ജാൻമണിയുടെ ഇന്റർവ്യൂ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആകാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇല്ലാത്തത്, സത്യം പറയല്ലോ. എന്ന് വെച്ചാൽ അങ്ങനെയാണ് പുള്ളിക്കാരുടെ സംസാരവും കാര്യങ്ങളെല്ലാം സെറ്റാണ് ഇല്ലാത്തത്. അപ്പോൾ സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണത്തിന് വന്ന സമയത്ത് ഈ ജാസിയുടെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഹെൽനോസ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഹെൽനോസ് പാർട്ടിയും ജാസി തമ്മിൽ എന്താ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ റിയാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ജാൻമണി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ കേട്ടോ, ചിരിയാണോ വരുന്നത്, എനിക്ക് സങ്കടമാണോ വരുന്നത്, സന്തോഷം വരുന്നത്, ഒന്നും അറിയില്ല, ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അമ്മ അതൊരു സംഭവമാണ് കേൾക്കുക. നിങ്ങൾക്ക് എന്തായാലും കേൾപ്പിച്ചില്ല, കേട്ടിട്ട് ഞാൻ ബൈ പറയട്ടെ. ഓക്കെ, ഈ ആൾക്കാരി വന്നിട്ട് എന്താ കമ്മ്യൂണിറ്റിയുടെ കുണ്ടിയിലെ ലോക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കഴപ്പം മാറത്തെ പ്രശ്നമില്ല, കടിയുണ്ടോ അല്ലേ, അത് മാറണം മാറത്തെ. ഞാൻ ഹെലനോസ് പാട്ട എന്ന് പറയുന്ന യൂട്യൂബർ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ഇടുകയും ലാംഗ്വേജ് വെച്ചാൽ അട്ടർ ലാംഗ്വേജ് തേർഡ് റേറ്റ് ആളുകളുടെ He is a third rated. I said no. Very third class. That called third class. വീട്ടിലെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാരി കാണൂല്ലേ, അവന്റെ അമ്മ അച്ഛൻ കാണൂല്ലേ, അവന്റെ ഭാര്യ കുട്ടികള് ആരോ കാണൂല്ലേ, കാണും കേട്ടില്ല. അതാണ് സംഭവം, മനസ്സിലായില്ലേ? കഴപ്പ് കേൾക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയണ്ടില്ലല്ലോ. എന്ത് ലോക്ക് അടിക്കട്ടെ, അങ്ങനെ ലോക്ക് അടിക്കുന്നത് എന്തൊക്കെയോ സംഭവങ്ങൾ പറയണ്ടേ. എനിക്ക് മനസ്സിലായത് എന്താ ചോദിച്ചാൽ അതിൽ ഒരു 18+ സംഭവം എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്താ മനസ്സിലായി പറയട്ടില്ലല്ലോ. അമ്മാതിരി സാധനം. അത് ഇത് സംഭവം അത്ര വൈറലായിട്ടില്ല. എന്നാലും എനിക്ക് കേടം സത്യം പറഞ്ഞില്ല. ഞാൻ 2-3 പ്രാവശ്യം കണ്ടു ചിരിച്ച് മരിച്ചു പിള്ളേർക്ക് അയച്ചു കൊടുത്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് എന്താ വെച്ചാൽ കഴപ്പ് തീർക്കാൻ വേണ്ടി അങ്ങനത്തെ പരിപാടിയൊക്കെ കാണാതെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ലോക്ക് അടിക്കട്ടെ എന്തൊക്കെയോ പണ്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടുകാർ കാണില്ലേ, നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്താൽ. പിന്നെ ഹെൽനോസ് പാർട്ടിയെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ ജാസി റിയാക്ട് ചെയ്ത സംഭവം അത് അവളുടെ വീട്ടുകാർ കാണില്ലേ, അങ്ങനത്തെ ചെറിയ പറയുന്നത് അവർ കാണില്ലേ, കാണും. അതാണ്. അപ്പോൾ മനസ്സിലായല്ലോ, അതൊക്കെയാണ് സംഭവം. പിന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ജാൻമണിയുടെ സ്വപ്നം കാണാറുണ്ടോ എന്നൊരു സംഭവം വൻ രീതിയിൽ വൈറലായതാണ് ഇല്ലല്ലോ. അപ്പോൾ അതിനുശേഷം ഈ ഒരു സാധനം എനിക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നു കേട്ടോ. അമ്മാതിരി കോമഡി സാധനം, അമ്മാതിരി കോമഡി സാധനം. ഇനിമേ നമുക്ക് നോക്കാനുള്ളത് ഇനി കുറച്ചുകൂടി വീഡിയോസ് ഉണ്ട്, അത് ഞാൻ അടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ട്രെൻഡ് ഉള്ളത്. സത്യം ചിരിക്കാൻ വേറെ ഒറ്റ മോഡലുള്ളത്, അതും കൂടി നോക്കാട്ടെ. ഞാൻ എന്താ വെച്ചാൽ അതേക്കുറിച്ച് പറയാം. ഓക്കെ, വെയിറ്റ്.